തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, യേശു കർത്താവ് ഇന്ന് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, മകനെ, മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എത്രമാത്രം എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണോ നമുക്കുള്ളത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21:17 പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാൻ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പത്രോസിനെ വിളിച്ച് ചോദിക്കുന്നു, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് 3 പ്രാവശ്യം പറയുവാൻ കർത്താവ് പത്രോസിന് ഒരു അവസരം കൊടുക്കുകയാണ്. 3 പ്രാവശ്യം തന്നോട് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് പത്രോസ് വളരെ ദുഃഖിതനായി, കർത്താവെ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു എന്ന് പറഞ്ഞു. നമ്മൾ യാചിക്കുന്നതെല്ലാം നമുക്ക് കിട്ടുകയും നമ്മൾ അതിനെല്ലാം നന്ദി പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കാലങ്ങൾക്കും അപ്പുറം നമ്മൾ വിളിച്ചാൽ അത് കേൾക്കാതെ അല്പമൊന്ന് കർത്താവ് മാറി നിന്നാൽ നമ്മുടെ മനോഭാവം എപ്രകാരമുള്ളതായിരിക്കും എന്ന് ചിന്തിക്കേണ്ട ഒന്നാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:35 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ യേശുവിനോട് ആഴമായ ഒരു സ്നേഹത്തിലാകുവാൻ നമ്മെ വിളിക്കുകയാണ്. വളരെ മനോഹരമായി യേശുവിനോടുള്ള തന്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ചിരിക്കുന്നത് അവിടെ കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, വാളോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും 35:38 എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിച്ച് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയപ്രദമായി തീരും. ഒരുപക്ഷെ ജീവിതം സന്തോഷപൂർണമായിരിക്കണമെന്നില്ല. സന്തോഷം തരുന്ന, സമാധാനം തരുന്ന ഒരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. വളരെ ഞെരുക്കത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൂടി നമ്മൾ കടന്നു പോയാലും പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ നമുക്കും ധൈര്യം പകരുകയും യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിയാതെ കൂടുതലായി കർത്താവിനോട് ഒട്ടി നിൽക്കുന്ന ഒരു അനുഭവം നമുക്കുമുണ്ടാകും. എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കലും യേശുവിനോട് വേർപിരിയാത്ത ഒരു സ്നേഹബന്ധത്തിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. നമ്മുടെ ഹൃദയം ദൈവികമായ സന്തോഷത്താൽ നിറയും. അപ്പോൾ കർത്താവെ, മറ്റാരെയുംകാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഉള്ളിൽ നിന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.